സാറിനോടായതുകൊണ്ടാ ഞാൻ ഇക്കാര്യം തുറന്നു പറയുന്നത്. സാറ് ഡീസൻ്റ് ആണെന്ന് എനിക്കറിയാം. ചെന്താമരാശൻ തുടരുകയായിരുന്നു. യാതൊരു കാരണവശാലും സാറ് ഇക്കാര്യം പുറത്ത് ആരോടും പറയരുത്. പറഞ്ഞ എൻ്റെ ജീവൻ ആപത്താ. പത്രത്തിൽ ഇക്കാര്യം എഴുതിയ അവരെന്നെ കൊല്ലും. അതുകൊണ്ടാ ഞാൻ സാറിനോട് പറയുന്നത്. ചെന്താമരാശ, STD അല്ലേ വിളിക്കുന്നത്? വേഗം പറഞ്ഞു തീർത്തില്ലെങ്കിൽ തൻ്റെ കാശ് പോവുമേ. പറയാം സർ. തിരുവനന്തപുരത്ത് ആ പെണ്ണിനെ കൊന്നവൻ അതിന് തൊട്ടു മുമ്പ് MLA ശശാങ്കൻ സാറിൻ്റെ വീട്ടിലുണ്ടായിരുന്നു. ഞെട്ടിപ്പോയി കാർലോസ്. അയാൾ മാത്രമല്ലായിരുന്നു സാറേ, അബ്കാരി നരേന്ദ്രനും കമ്മീഷണർ ഡേവിഡ് സാറും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. കാർലോസ് പിടഞ്ഞുണർന്നു. എല്ലാം വിശദമായി പറഞ്ഞു ചെന്താമരാശ. ട്രെയിനിൽ നടന്ന കൊലപാതകത്തെക്കുറിച്ച് കൂടി ഓർത്തുകൊണ്ടാണ് കാർലോസ് പറഞ്ഞത്. ഞാൻ ശശാങ്കൻ സാറിൻ്റെ വീടിൻ്റെ ഭാഗത്തൂടെ എൻ്റെ കൈനറ്റിക് ഹോണ്ടയിൽ വരികയായിരുന്നു. രാത്രിയിലാണ് സംഭവം. അപ്പോൾ അബ്കാരി നരേന്ദ്രൻ്റെ കാർ മുന്നിലും പിന്നാലെ കമ്മീഷണറുടെ കാറും ആ വഴി വന്നു. ഒരു പഴയ പത്രക്കാരനല്ലേ സാറേ ഞാനും. രാത്രിയിൽ അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊന്ന് അറിയണമെന്ന് തോന്നി. വണ്ടി തിരിച്ച് അവരുടെ പിന്നാലെ പോയി. അപ്പോൾ 2 കാറുകളും MLAയുടെ വീട്ടിലേക്ക് കയറുന്നത് കണ്ടു. സംഗതി പന്തിയില്ലെന്ന് എനിക്കൊരു തോന്നൽ. വണ്ടി ഒതുക്കി വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരുന്നു. അവിടെ ഒരു മാവ് നിന്നിരുന്നതിനാൽ എന്നെ ആരും കാണുമായിരുന്നില്ല. പെട്ടെന്ന് ടെറസിന് മുകളിലെ ലൈറ്റ് ഓഫായി. മാത്രമല്ല അവിടെ ചില നിഴലുകൾ ചലിക്കുന്നത് കണ്ടു. ഒത്തിരി നേരം ഞാൻ അവിടെ ഇരുന്നു. അപ്പോഴൊരു കറുത്ത കാറ് വന്നു. അതിൻ്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിരുന്നു. അതിൽ നിന്നൊരാളിറങ്ങി. MLAയുടെ വീട്ടിലേക്ക് കയറിയപ്പോഴും തിരിച്ചിറങ്ങിയപ്പോഴും ഒരു മിന്നായം പോലെ മാത്രമേ ഞാൻ അയാളെ കണ്ടുള്ളൂ എന്ന മുഖവരയോടെ ചെന്താമരാശൻ അയാളുടെ രൂപം വിശദീകരിച്ചു. നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ വിവരണവുമായി അയാൾക്ക് വളരെ സാമ്യമുണ്ടെന്ന് കാർലോസിന് ഉറപ്പായി. അപ്പോൾ ആ കൊലയാളി പാലക്കാട്ട് എത്തിയിരിക്കുന്നു. ചെന്താമരാക്ഷ. എന്താ സർ? തൻ്റെ ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത കൊടുത്തോളൂ. ആർക്കും കിട്ടാത്ത വാർത്ത. പറയൂ സർ. ചെന്താമരാക്ഷന് ഉദ്യോഗമായി. ഇന്നത്തെ പത്രത്തിൽ തന്നെ താൻ ഒരു ന്യൂസ് കൊടുക്കണം. തിരുവനന്തപുരത്ത് യുവതിയെ കൊലപ്പെടുത്തിയവൻ പാലക്കാട്ട് എത്തിയിട്ടുണ്ടെന്നും ഇന്ന് വെളുപ്പിന് അമൃത എക്സ്പ്രസിൽ വെച്ച് കൊല്ലം സ്വദേശിയായ സാലി എന്ന യുവതിയെയും കൊന്നെന്നും. തുടർന്ന് ബാക്കി ഡീറ്റെയിൽസും കാർലോസ് നൽകി. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ന്യൂസ് വന്നു കഴിഞ്ഞ് ഇതിൻ്റെ വിശദാംശങ്ങൾ അറിയാൻ തന്നെ ആരൊക്കെ വിളിച്ചെന്ന് എന്നെ അറിയിക്കണം. എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചാൽ മതി. എൻ്റെ നമ്പർ ഇതാണ്. കാർലോസ് നമ്പർ നൽകി. ശരി സാർ, ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. ചെന്താമരാശൻ ഫോൺ വെച്ചു. അയാൾ പറഞ്ഞ വിവരം കേട്ടപ്പോൾ കാർലോസിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി. പക്ഷേ ആ സംശയങ്ങൾ കൂടുതൽ ബലപ്പെടണമെങ്കിൽ ചെന്താമരാക്ഷൻ്റെ അടുത്ത കോൾ കിട്ടുന്നതുവരെ കാത്തിരുന്നേ പറ്റൂ. അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം കാർലോസ് ഓഫീസിലേക്ക് മടങ്ങി. 4 മണിവരെ ആ കൊലയാളി കിടന്നുറങ്ങി. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചിരുന്നില്ല. ഉണർന്ന ഉടനെ ബോയിയെ വിളിച്ച് പൊറോട്ടയ്ക്കും മട്ടൻ കറിക്കും ഓർഡർ കൊടുത്തു. പിന്നെ 2 ഡബിൾ രാജ് വിസ്കിയും. എല്ലാം അകത്താക്കി കഴിഞ്ഞാണ് കുളിച്ചത്. പിന്നെ വന്ന് പെട്ടി തുറന്നു. തിരുവനന്തപുരത്ത് നിന്ന് വാങ്ങിയ രൂപ 1000-ൻ്റേതായിരുന്നതിനാൽ പെട്ടിയുടെ മൂലയിൽ ഇരിക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടിയുടെ ബാക്കി ഭാഗത്ത് ആയുധങ്ങളും വസ്ത്രങ്ങളും ഉണ്ടായിരുന്നു. മലപ്പുറം കത്തി മുതൽ പല പാർട്ടുകളായി അയച്ചു വെച്ചിരിക്കുന്ന സ്റ്റൺ ഗൺ വരെ ഉണ്ടായിരുന്നു അതിൽ. ജോലിക്ക് ഇറങ്ങും മുമ്പ് റോഡുകളും കാർലോസിൻ്റെ ഓഫീസും ക്വാർട്ടേഴ്സും എല്ലാം കണ്ടുവയ്ക്കണം. അതിന് തനിക്കൊരു വാഹനം വേണം. 1000-ൻ്റെ ഒരു കെട്ട് നോട്ടെടുത്തിട്ട് അതിൽ പകുതിയോളം അടർത്തി അയാൾ കീശയിൽ തിരുകി. പിന്നെ ഒരു പിസ്റ്റൾ എടുത്ത് സോക്സിനുള്ളിലും വച്ചു. ബാക്കി പണം മുഷിഞ്ഞ തുണിയിൽ പൊതിഞ്ഞ് ബാത്റൂമിൻ്റെ മൂലയിലേക്ക് ഇട്ടു. ആരെങ്കിലും മോഷണോദ്ദേശവുമായി കയറിയാലും പണം കൊണ്ടുപോകാൻ പാടില്ല. അനന്തരം മുറിപൂട്ടി പുറത്തു വന്നു. ഹോട്ടലിന് പുറത്ത് കിടന്നിരുന്ന ഒരു ഓട്ടോയിൽ കയറി. സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ വിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് വിടൂ. ഓട്ടോ നീങ്ങി. 10 മിനിറ്റുകൾക്കുള്ളിൽ മണ്ണാർക്കാട് റോഡിലുള്ള ഒരു മതിൽക്കെട്ടിനുള്ളിലേക്ക് ഓട്ടോ ചെന്ന് കയറി. വാഹനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യപ്പെടും എന്നൊരു ബോർഡ് അയാൾ അവിടെ കണ്ടു. ലോറി മുതൽ ബൈക്ക് വരെയുള്ള വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓട്ടോക്കാരനെ മടക്കിയ ശേഷം അയാൾ അവിടുത്തെ ആളുകളുമായി സംസാരിച്ചു. അത്ര മോശമല്ലാത്ത ഒരു യമഹ ബൈക്ക് തിരഞ്ഞെടുത്തു. ഓടിച്ചു നോക്കി തൃപ്തിപ്പെട്ടു. അല്പസ്വല്പം പണിയുള്ള വണ്ടിയാണെങ്കിലും തൻ്റെ ആവശ്യത്തിന് ഇത് ധാരാളമാണെന്ന് മനസ്സിലാക്കിയ അയാൾ അവരുമായി വിലപേശി. അവസാനം 23,000 രൂപയ്ക്ക് വണ്ടി വാങ്ങി. മറ്റൊരാളുടെ പേരിലുള്ള ആ വണ്ടിയുടെ RC ബുക്കും ഇൻഷുറൻസും തൻ്റെ പേരിലാക്കുന്നതിനായി 2 ദിവസങ്ങൾക്കുള്ളിൽ ചെല്ലാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും മടങ്ങി. ഏത് സമയത്തും തിരുവനന്തപുരത്തു നിന്നും
ചെന്താമരാക്ഷൻ്റെ ഫോൺ കോൾ SP കാർലോസ് പ്രതീക്ഷിച്ചു. പക്ഷേ 6 മണിയായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കാഞ്ഞപ്പോൾ തൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടന്നിരുന്ന സംശയം അസ്ഥാനത്താണെന്ന് അയാൾക്ക് തോന്നി. 6:30 അയാൾ ഓഫീസിൽ നിന്നിറങ്ങി. ജിപ്സിയിൽ നേരെ പോലീസ് ക്ലബിലേക്ക് പോയി. 2 ലാർജ് അകത്താക്കി. പാലക്കാട് SP മധുപാലും ഉണ്ടായിരുന്നു അവിടെ. കൊലയാളിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ മധു? അയാൾ ഇരുന്ന ഭാഗത്തെ ടേബിളിനടുത്ത് ചെന്നിരിക്കുന്നതിനിടയിൽ കാർലോസ് തിരക്കി. ഇല്ല, പക്ഷേ അവൻ ഈ ജില്ല വിട്ടു പോയി കാണില്ല എന്ന് തന്നെയാണ് എൻ്റെ അനുമാനം. അയാൾ ഗ്ലാസ് ഉയർത്തി ഒന്ന് സിപ്പ് ചെയ്തു. ബൈ ദ ബൈ, ഞാൻ രാവിലെ തന്നെ ശ്രദ്ധിച്ചാണ്. തനിക്ക് ഈ കേസിൽ എന്തോ പ്രത്യേക താല്പര്യമുള്ളതുപോലെ. ശരിയാണ്, കാർലോസ് ചിരിച്ചു. ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന ആ കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട ബോംബ് സ്ഫോടനം ആസൂത്രണം ചെയ്തവൻ തന്നെയാണോ ഇതിൻ്റെ പിന്നിലെന്ന് വെറുതെ ഒരു സംശയം. അല്ല, കുഴൽപ്പണക്കാരെല്ലാം അറസ്റ്റിലായില്ലേ? അവരെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ കൊലയാളിയെക്കുറിച്ചുള്ള സൂചനയൊന്നും കിട്ടിയില്ലേ? ഇല്ല, അവർ ആർക്കോ ഒരാൾക്ക് നേരത്തെ പണം കൊടുക്കുകയായിരുന്നു. ഒരു വട്ടം അവർ തമ്മിൽ കണ്ടു എന്ന് ചോദിച്ചാൽ പിന്നീട് ടെലിഫോൺ വഴി പോലും ബന്ധപ്പെട്ടിട്ടില്ല. അയാൾ ഏത് നാട്ടുകാരനാണെന്നോ എന്താണ് പേരെന്നോ പോലും അവർക്കറിയില്ല. പക്ഷേ ആ ബോംബ് സ്ഫോടനം നടന്ന സമയത്തിനടുത്ത് തന്നെ ഇവിടെ അന്നും ഇത്തരത്തിലൊരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. ഇന്ന് പഴയ ഫയലുകൾ കമ്പ്യൂട്ടറിൽ നിന്ന് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ആ വിവരം കിട്ടിയത്. പെട്ടെന്ന് കാർലോസിൻ്റെ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. എക്സ്ക്യൂസ് മീ. അയാൾ ഫോണെടുത്ത് ഡിസ്പ്ലേ പാനലിൽ തെളിഞ്ഞ നമ്പർ നോക്കി. തിരുവനന്തപുരം കോളാണ്. കാർലോസ് പുറത്തേക്ക് വന്നു. ക്ലബിൻ്റെ വാതിലിന് പുറത്തെത്തിയപ്പോൾ ഫോൺ കാതോട് ചേർത്തു. ഞാനാ സാറേ, ചെന്താമരാക്ഷൻ. ഞാൻ തൻ്റെ കോൾ പ്രതീക്ഷിക്കുകയായിരുന്നു. പത്രത്തിൽ വാർത്ത വന്നോ? ഉവ്വ് സർ. എന്നിട്ട്? ആദ്യമൊന്നും പ്രതികരണം ഉണ്ടായില്ല. എന്നാൽ സന്ധ്യയായോടെ കമ്മീഷണർ ഡേവിഡ് സാർ എന്നെ വിളിച്ചു. എനിക്ക് ഈ വാർത്ത എവിടെ നിന്ന് കിട്ടിയെന്നും രണ്ടും ഒരാൾ എന്നതിന് എന്താണ് തെളിവെന്നും മറ്റും ചോദിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഷൊർണൂറുള്ള എൻ്റെ ഒരു സുഹൃത്താണ് വാർത്ത തന്നതെന്ന്. പിന്നെ കൊലപാതകത്തിൻ്റെ രീതി കണ്ടപ്പോൾ രണ്ടും ഒരാളാണെന്ന് ഞാൻ ഊഹിച്ചെന്ന്. അങ്ങനെയെങ്കിൽ താൻ കൂടുതൽ ഊഹിക്കണ്ട, അതിനിവിടെ പോലീസുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കളഞ്ഞു. കാർലോസിൻ്റെ മുഖം തെളിഞ്ഞു. ചെന്താമരാക്ഷൻ്റെ ശബ്ദം പിന്നെയും കേട്ടു. അതിനുശേഷം പേര് പറയാതെ പലരും എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി. ആവശ്യമില്ലാത്തതൊക്കെ പത്രത്തിൽ എഴുതിയ പത്രം ഓഫീസും എന്നെ ഒന്നിച്ചിട്ട് കത്തിക്കുമെന്ന്. തനിക്ക് പേടി തോന്നുന്നുണ്ടോ? അല്പസ്വല്പം. എന്നാലും പിന്നോട്ട് മാറാൻ ഞാൻ ഒരുക്കുമല്ല. മറ്റൊരു കാര്യം കൂടി തിരക്കി അറിഞ്ഞു സാറേ. അന്ന് കൊലയാളി ഉപയോഗിച്ച ആ കറുത്ത അംബാസഡർ കാറില്ലേ, അത് അബ്കാരി നരേന്ദ്രൻ്റെതാണ്. തമിഴ്നാട്ടിൽ നിന്നും സ്പിരിറ്റ് കടത്താനായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാ. താങ്ക് യു ചന്താമരാഷ. പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. തീർച്ചയായും സർ. ഫോൺ ഓഫ് ചെയ്ത് കീശയിൽ തിരുകുമ്പോൾ കാർലോസിൻ്റെ കണ്ണുകളിൽ ഒരു തിളക്കമുണ്ടായിരുന്നു. തിരുവനന്തപുരം ശശാങ്കൻ്റെ വീട്. കമ്മീഷണർ ഡേവിഡ് എബ്രഹാമും MLA ശശാങ്കനും അബ്കാരി നരേന്ദ്രനും വീണ്ടും ഒത്തുകൂടി. യുവബേരി സായാഹ്ന പത്രത്തിൽ ചെന്താമരാക്ഷൻ കൊടുത്ത വാർത്തയാണ് ഇങ്ങനെയൊരു കൂടിച്ചേരലിന് കാരണമായത്. എന്നാലും ചെന്താമരാക്ഷന് ഇങ്ങനെയൊരു ബുദ്ധി തോന്നാനുള്ള കാര്യമാണ് മനസ്സിലാകാത്തത്. ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള TV ന്യൂസുകളിൽ പോലും കൊലപാതകത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അല്ലാതെ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്തിട്ടില്ല. ഡേവിഡ് എബ്രഹാം ചിന്തയോടെ പറഞ്ഞു. ആ ചെന്താമരാക്ഷൻ അല്ലേലും ഒരു തന്തയ്ക്ക് പറക്കാത്തവനാ. ഉരുട്ടുബുദ്ധി ആ തലയ്ക്കുള്ളിൽ നിറയെ. ശശാങ്കൻ ജനാലയ്ക്കിൽ പോയി പുറത്തേക്ക് നോക്കിയിട്ട് വന്നു. എന്താ? അവർ തിരക്കി. എനിക്ക് തോന്നി അവിടെ ആരോ നിൽപ്പുണ്ടെന്ന്. ചെടിയാ? അപ്പോൾ പറഞ്ഞു വന്നത് ചെന്താമരാക്ഷൻ്റെ കാര്യം. എൻ്റെ പിള്ളേരെ വിട്ട് വേണമെങ്കിൽ അവനെ പൊക്കിക്കാം. അവൻ്റെ മനസ്സിലുള്ളതെല്ലാം അപ്പാടെ പുറത്തു കൊണ്ടുവരാം. നരേന്ദ്രന് അക്കാര്യത്തിൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടതില്ല. അത് വേണ്ട, കമ്മീഷണർ എതിർത്തു. അനാവശ്യമായി നമ്മൾ ഈ പ്രശ്നത്തിൽ താല്പര്യം കാണിക്കാൻ തുടങ്ങിയ അതേറെ സംശയത്തിനിടയാക്കും. അയാൾ ജനാലക്കിലേക്ക് സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് മറ്റുള്ളവരും അങ്ങോട്ട് നോക്കി മുഖം തിരിച്ചു. അവിടെ ഇരുൾ രൂപമായി ഒരാൾ. കമ്മീഷണർ ഡേവിഡ് എബ്രഹാം ചാടി എഴുന്നേറ്റ് കൊടുങ്കാറ്റായി ജനാലക്കിലേക്ക് കുതിച്ചു. മറ്റുള്ളവരും പിന്നാലെ പാഞ്ഞു ചെന്നു. എന്നാൽ ജനാലക്കിലെത്തിയ മൂവരും സ്തബ്ധരായി. അവിടെ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാം തോന്നലായിരുന്നു. അവർ മുഖാമുഖം നോക്കി. പെട്ടെന്ന് നരേന്ദ്രൻ മുറ്റത്തിൻ്റെ മൂലയിൽ കൈ ചൂണ്ടി. അതാ ഒരാൾ മതിലിന് നേരെ കുതിക്കുന്നത് അവർ കണ്ടു. അവനെ വിടരുത്, നമ്മ പറഞ്ഞതൊക്കെ കേട്ടു കാണും, ശശാങ്കൻ അലറി.
ഡേവിഡ് എബ്രഹാം വാതിൽക്കിലേക്ക് അതിദ്രുതം ചൂടുകൾ വെച്ചു. ഹാൻഡിൽ തിരിച്ച് അത് വലിച്ചു തുറന്നു. പിന്നെ റോഡിലേക്ക് കുതിച്ചു. എന്നാൽ റോഡിൽ ഇരുഭാഗത്തേക്കും ശ്രദ്ധിച്ചെങ്കിലും ആരെയും കാണുവാൻ കഴിഞ്ഞില്ല. നിരാശനായി അയാൾ തിരിച്ചു വന്നു. ആരായിരിക്കും അത്? തങ്ങളുടെ ചലനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു മുഖം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, MLA ശശാങ്കൻ പറഞ്ഞു. നമ്മളറിയാതെ ആരൊക്കെയോ നമ്മുടെ പിന്നാലെ ഉണ്ട്. അറിയാതെ ഒരു ഭീതി ഡേവിഡ് എബ്രഹാമിനെയും അബ്ഗാരി നരേന്ദ്രനെയും വലയം ചെയ്തു. ആ കൊലയാളിയുടെ കാര്യം വല്ലതും പുറത്തു പോയാൽ? ആ പട്ടി നമ്മളൊന്ന് വിളിക്കത്തുമില്ല, അങ്ങോട്ട് വിളിക്കാൻ നമ്പറൊട്ട് തന്നിട്ടില്ല താനും. നരേന്ദ്രൻ അണപ്പല്ലുകൾ ചേർത്ത് ഞെരിച്ചു. നമ്മളെ പരിചയപ്പെടുത്തി തന്ന ആ ഏജന്റിന് അറിയാവുന്നത് ഏതോ പ്രീപെയ്ഡ് കാർഡുള്ള മൊബൈൽ നമ്പറാണ് താനും. അത് പക്ഷേ കൊലയാളിയുടേതുമല്ല. ആ നേരത്ത് ശശാങ്കന്റെ ജനാലയ്ക്ക് അടുത്ത് വന്നു നിന്ന് അവരുടെ സംഭാഷണങ്ങൾ കേട്ട മനുഷ്യൻ അങ്ങനെ തന്നെ അത് ക്രൈംബ്രാഞ്ച് SP കാർലോസിന്റെ മൊബൈൽ ഫോണിലേക്ക് വിളിച്ചു പറയുകയായിരുന്നു. ചെന്താമരാക്ഷൻ നൽകിയ വിവരങ്ങൾ കേട്ടപ്പോൾ വാസ്തവത്തിൽ കാർലോസ് ഞെട്ടിപ്പോയി. ആ കൊലയാളിയെക്കുറിച്ച് കമ്മീഷണർക്കും MLAയ്ക്കും അബ്ഗാരി നരേന്ദ്രനും വ്യക്തമായി അറിയാമെന്ന് ഉറപ്പായിരിക്കുന്നു. പക്ഷേ ഇനിയും അവശേഷിക്കുന്നത് അജ്ഞാതനായ ആ കൊലയാളിയുടെ പാലക്കാട് യാത്രയുടെ ദൗത്യം എന്തെന്നുള്ളതാണ്. കിടക്കയിലേക്ക് ചായുമ്പോഴും അതുതന്നെയായിരുന്നു കാർലോസിന്റെ മനസ്സിൽ. റോഡിൽ കാതടിപ്പിക്കുന്ന ശബ്ദത്തിൽ ഒരു യമഹ ബൈക്ക് പാഞ്ഞു പോകുന്നത് കേട്ടു. തൻ്റെ ക്വാർട്ടേഴ്സിന് മുന്നിലെത്തിയപ്പോൾ അതിൻ്റെ വേഗത അല്പം കുറഞ്ഞോ? കാർലോസിന് അങ്ങനെ തോന്നി. യമഹ ബൈക്കിൽ ആ കൊലയാളി തന്നെയായിരുന്നു. കാർലോസിൻ്റെ ക്വാർട്ടേഴ്സും ഓഫീസും താൻ കണ്ടു കഴിഞ്ഞു. ദിവസവും രാത്രി പോലീസ് ക്ലബിൽ പോയി അയാൾ 2 ലാർജ് അകത്താക്കാറുണ്ടെന്നും മനസ്സിലായി. യമഹയുടെ വേഗത പിന്നെയും വർദ്ധിപ്പിക്കുന്നതിനിടയിൽ അയാൾ ചിന്തിക്കുകയായിരുന്നു. ഇനി ചിന്തിക്കാനുള്ളത് ഒരേ ഒരു കാര്യം മാത്രം, ഇരയെ എങ്ങനെ തീർക്കണം. അതിനുള്ള മാർഗങ്ങൾ കടൽ പോലെ തൻ്റെ മുന്നിൽ പരന്നു കിടക്കുകയാണ്. പക്ഷേ ഒരു പിഴവും പറ്റാത്ത ഓപ്പറേഷൻ ആയിരിക്കണം. അതിന് ഏറ്റവും നല്ല സമയവും സ്ഥലവും കണ്ടുപിടിക്കുകയാണ് ജോലിയുടെ 2ാം ഘട്ടം. ആദ്യഘട്ടം ഇരയുടെ ചലനങ്ങൾ അറിയുക എന്നതായിരുന്നു. അത് പൂർണ്ണമായി. അയാൾ തിരികെ ഹോട്ടലിലെത്തി. ബാർ ക്ലോസ് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു. റൂം ബോയെ വിളിച്ച് തനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഓർഡർ നൽകിയിട്ട് അയാൾ മുറിയിൽ കാത്തിരുന്നു. ഒരു ട്രേയിൽ സാധനങ്ങളുമായി അവൻ വന്നപ്പോൾ അയാൾ ഒരു 100 രൂപയുടെ നോട്ടെടുത്ത് കൊടുത്തു. ബോയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമുണ്ടായി. ഇവിടെങ്ങാനും നല്ല സാധനം കിട്ടുമോടാ? അയാൾ തിരക്കി. അവൻ്റെ നെറ്റിയൊന്ന് തുളിഞ്ഞു. സാർ ഉദ്ദേശിക്കുന്നത്? എടാ, മദ്യവും ഭക്ഷണവും എൻ്റെ മുന്നിൽ തന്നെയുണ്ട്. ഇനി രാത്രി സുഖമായി ഉറങ്ങാൻ എന്താ വേണ്ടതെന്ന് നിനക്കറിയില്ലേ? അവൻ ചിരിച്ചു. ഓ പെണ്ണ്, ആ അത് തന്നെ. അതിനുള്ള ഏർപ്പാട് വല്ലതും ഈ ഹോട്ടലിലുണ്ടോ? ഇവിടെയില്ല സാർ, പക്ഷേ പുറത്തുനിന്ന് കൊണ്ടുവന്ന പിന്നിലെ ഗോവണി വഴി ഈ മുറിയിൽ എത്തിക്കാൻ കഴിയും. എങ്കിൽ പുറത്തെവിടെ ഒരുവിധം നല്ല സാധനം കിട്ടുമെന്ന് നീ ഒന്ന് പറഞ്ഞതാടാ. അവൻ അല്പനേരം അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. പിന്നെ പറഞ്ഞു, കൈ നിറയെ പണം കൊടുത്താൽ ഒരിടത്ത് കിട്ടും. പക്ഷേ ആ തുക സാറ് കരുതുന്നതിനേക്കാൾ ഒത്തിരി കൂടുതലായിരിക്കും. കൂടുതലെന്ന് പറഞ്ഞാൽ? അയാൾക്ക് ഉദ്യോഗമായി. എല്ലാം കൂടി ഒരു 15,000 ആകും സാറേ. കൊലയാളിയുടെ കണ്ണു തള്ളി. ഒരു രാത്രിക്ക് 15,000 രൂപയോ? സാധനം അതാ സാറേ. അത്ര ഒന്നിനെ കിട്ടുവാൻ അതിൻ്റെ ഇരട്ടി പോലും മുടക്കാൻ തയ്യാറുള്ളവർ കാണും. എനിക്ക് നീ പറയുന്നത് പൂർണ്ണമായി അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, അയാൾ പറഞ്ഞു. നീ അങ്ങോട്ട് വിശദമാക്ക്. അവൻ ഒരു കസേര വലിച്ചിട്ട് ഇരുന്നു. പിന്നെ പറഞ്ഞു, സാറേ, ഈ പാലക്കാട്ടെ പല പ്രൊഫഷണൽ കോളേജുകളിലും പഠിക്കാനായി നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ നല്ല അടിപൊളി ചരക്കുകളുണ്ട്. തിന്ന് കൊഴുത്ത് ആർത്തി കടിച്ചമർത്തി കഴിയുന്നോളുമാർ. അവർക്ക് സുഖിക്കണം. പുതിയ വസ്ത്രങ്ങളും ചെരുപ്പും മറ്റു സാധനങ്ങളും വാങ്ങണം. വീട്ടിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന പണം കൊണ്ട് ഇവിടുത്തെ ലാവിഷായുള്ള ജീവിതത്തിന് ഒന്നും ആകുകയില്ല. അതുകൊണ്ട് ഒരു രാത്രി മെനക്കെട്ട ഒരാഴ്ച സുഭിക്ഷമായി കഴിയാനുള്ളത് അവർക്ക് കിട്ടണം. അങ്ങനെയുണ്ടെങ്കിലേ ഇപ്പം എനിക്ക് അവരെ കിട്ടൂ. പിന്നെ ഈ 15,000 എന്ന് ഞാൻ പറഞ്ഞത് മുഴുവനും അവർക്കുള്ളതല്ല. പിന്നെ? അയാൾക്ക് ജിജ്ഞാസയായി. സാറിനിപ്പോൾ ഒന്നിനെ വേണമെന്നിരിക്കട്ടെ. 15,000 രൂപയും പൊക്കി പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ കാര്യം നടക്കുകയില്ല. ഇവർ താമസിക്കുന്ന ലേഡീസ് ഹോസ്റ്റലിലെ ആച്ചർമാർക്ക് ആദ്യം കൈനീട്ടം കൊടുക്കണം. 1,500. അത് പടിയാ. പിന്നെ വാർഡന് 2,500. ഇവിടെ ഇപ്പോൾ സാറ് എനിക്കൊന്നും തന്നില്ലെങ്കിലും വേണ്ടുകയില്ല.
അവരുമായി ഇടപെടുത്തി തരുന്നതിന് 1000 എന്നെ പോലെയുള്ളവരുടെ റേറ്റ്. പെൺകുട്ടിക്കുള്ള 10,000 റൊക്കം അവിടെ വെച്ച് കൊടുക്കാതെ അവൾ കൂടെ വരത്തില്ല താനും. നേരം പുലരും മുമ്പ് അവിടെ തിരിച്ചെത്തിക്കുകയും വേണം. അയാൾക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായി. ഇപ്പോൾ തന്നെ അവയിൽ ഒന്നിനെ കൊത്തിയെടുത്ത് തൻ്റെ അരികിലെത്തിക്കാനുള്ള മോഹവുമുണ്ടായി. ഒന്നും പറയാതെ അയാൾ പോക്കറ്റിൽ നിന്നും 1000ൻ്റെ ഒരു നോട്ടെടുത്ത് അവൻ്റെ കയ്യിൽ വച്ചു കൊടുത്തു. എന്തിനാ സാറേ ഇത്? അവൻ അമ്പരന്നു. നേരത്തെ നീ പറഞ്ഞില്ലേ നിന്റെ റേറ്റാ അത്. ഇനി ബാക്കിയുള്ള ഏർപ്പാടുകൾ എങ്ങനെയാണെന്ന് കൂടി പറഞ്ഞോളൂ. അയാൾ മദ്യമെടുത്ത് മോന്തി. അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു, ഇനിയുള്ള കാര്യം ഞാൻ ഏറ്റു സാറേ. ഹോസ്റ്റലിൻ്റെ വാച്ചറെ ഫോണിൽ വിളിച്ച് ഇപ്പം തന്നെ ഞാൻ പറഞ്ഞോളാം. പിന്നെ സാറ് നേരെ അവിടെ ചെന്നാൽ മതി. വാച്ചർ കാര്യങ്ങൾ ശരിയാക്കി തരും. അവൻ ധൃതിയിൽ മുറിവിട്ടു പോയി. ഉള്ള സമയം കളയാതെ കൊലയാളി മദ്യവും ഭക്ഷണവും അകത്താക്കി. അവൻ തിരിച്ചു വന്നു. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് സാറേ, ഇനി സാർ അങ്ങോട്ട് ചെന്നാൽ മതി. തുടർന്ന് അവൻ ഹോസ്റ്റൽ എവിടെയാണെന്നും അവിടെ എത്താനുള്ള വഴിയും പറഞ്ഞു കൊടുത്തു. സാറ് ബൈക്ക് നിർത്തുമ്പോൾ രാജശേഖരൻ സാറാണെന്ന് വാച്ചർ ചോദിക്കും. അയാൾ എണീറ്റ് കൈ കഴുകി. പിന്നെ മടങ്ങി വരുമ്പം ഹോട്ടലിന് മുന്നിൽ ബൈക്ക് വെക്കണ്ട, പിന്നിലേക്ക് വരണം, ഞാൻ അവിടെ കാത്തു നിൽക്കാം. ശരി. ബൈക്കിൻ്റെ കീ ചെയിൻ വലതുകൈയുടെ ചൂണ്ടുവിരലിലിട്ട് കറക്കിക്കൊണ്ട് അയാൾ പുറത്തിറങ്ങി വാതിൽ പൂട്ടി. തിരക്ക് തീരെ കുറഞ്ഞ റോഡിലൂടെ കൊലയാളിയുടെ ബൈക്ക് നിലം തൊടാതെ എന്നവണ്ണം പാഞ്ഞു. ബോയ് പറഞ്ഞ സ്ഥലമായി. അയാൾ വേഗത കുറച്ചു. അവിടെ ഒരു മതിൽക്കെട്ടിന് പുറത്ത് റോഡിലേക്ക് അല്പം ഇറങ്ങി ഒരു കാക്കി ധരിച്ച മനുഷ്യൻ നിൽപ്പുണ്ടായിരുന്നു. അയാൾക്കരികിൽ ബൈക്ക് നിന്നു. രാജശേഖരൻ സാറല്ലേ? വാച്ചർ തിരക്കി. അതെ. ബൈക്ക് ഒതുക്കി വെച്ചിട്ട് വാ. അയാൾ ഷീറ്റ് പതിച്ച ഗേറ്റിലെ ചെറിയ അറ തുറന്നു. കൊലയാളി ചുറ്റും നോക്കിയിട്ട് അകത്തേക്ക് കയറി. മുന്നിൽ ഒരു 4 നില കെട്ടിടം. വാച്ചർ കോളിംഗ് ബെൽ അമർത്തി. അതൊരു സിഗ്നലാണെന്ന് കൊലയാളിക്ക് ഉറപ്പായി. വേഗത്തിൽ അകത്ത് ലൈറ്റ് തെളിഞ്ഞു. വാച്ചർ കൈ നീട്ടി. എനിക്കുള്ളത്? അയാൾ 1000ൻ്റെയും 500ൻ്റെയും നോട്ടുകൾ എടുത്തു. വാച്ചർ പെട്ടെന്നത് കീശയിൽ തിരുകി. വാതിൽ തുറക്കപ്പെട്ടു. ഒരു തടിച്ച സ്ത്രീ. നെറ്റി ചുളിച്ചുകൊണ്ട് അവർ വാച്ചറെ നോക്കി. എന്താടോ? ഈ സാറിന് ഏതാണ്ട് പറയാനുണ്ട് മാഡത്തിനോട്. ചോദ്യഭാവത്തിൽ സ്ത്രീ അയാളുടെ നേരെ തിരിഞ്ഞു. എന്തു വേണം? ഒന്നും പറയാതെ അയാൾ 2500 രൂപ അവരെ ഏൽപ്പിച്ചു. അവരുടെ മുഖം തെളിഞ്ഞു. നേരം വെളുക്കും മുമ്പ് ഇങ്ങ് കൊണ്ടുവരണം കേട്ടോ. പക്ഷേ ഒരുപടി നന്നായിരിക്കണം. അവരൊന്ന് ചിരിച്ചു. പിന്നെ അവിടെ നിൽക്കാൻ കാണിച്ചിട്ട് അകത്തേക്ക് പോയി. ഉദ്ദേശം 10 മിനിറ്റോളം കഴിഞ്ഞു കാണും. ആ സ്ത്രീ മടങ്ങി വന്നു. അവരുടെ കൂടെ ഒരു യുവതി ഉണ്ടായിരുന്നു. ഏതാണ്ട് 20നോടടുത്ത് പ്രായം വരും. കൊലയാളി നാവ് നീട്ടി ചുടി നനച്ചു. ഏതാണ്ട് തൻ്റെ അത്രയും തന്നെ ഉയരമുള്ള ഒരു പെണ്ണാണതെന്ന് അയാൾ അറിഞ്ഞു. എന്തൊരു സൗന്ദര്യം! ഹോ! മടക്കയാത്ര ഏറെ രസകരമായി തോന്നി ആ കൊലയാളിക്ക്. കാരണം ചുരിദാർ ധരിച്ചിരുന്നതിനാൽ അവൾക്ക് കാലുകൾ ഇരുഭാഗത്തേക്കാക്കി അയാളുടെ പുറത്ത് നെഞ്ചമർത്തി അരയിലൂടെ കൈ ചുറ്റിയിരിക്കാമായിരുന്നു. വെറുതെയാണോ? രൂപ 10,000 അല്ലേ പോരും മുമ്പ് എണ്ണിക്കൊടുത്തത്? പുറത്തേക്ക് ഇറങ്ങുമ്പോഴും വാർഡൻ ഓർമ്മിപ്പിച്ചിരുന്നു. നേരം പുലരും മുമ്പ് ഇങ്ങ് കൊണ്ടുവന്ന് എത്തിക്കണേ. അവളുടെ ആ ആവേശം കണ്ടാൽ ഇന്ന് വരെ ഒരു പുരുഷനിൽ നിന്നും രസം അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുമായിരുന്നു. ബൈക്ക് ഹോട്ടൽ മുറ്റത്തെത്തി. ബോയ് പറഞ്ഞതുപോലെ അയാൾ പിൻഭാഗത്തേക്ക് വിട്ടു. അവിടുത്തെ ചെറിയ കോണിച്ചോട്ടിൽ ബോയ് കാത്തു നിന്നിരുന്നു. വാ, ഇതുവഴി പോകാം. ചുറ്റുചുറ്റായി മുകളിലേക്ക് പോകുന്ന കോണി വഴി അവൻ ആദ്യം കയറി. വാ! അവളെ കൈ പിടിച്ചുകൊണ്ട് അയാളും പിന്നാലെ ചെന്നു. വാതിൽക്കൽ എത്തിയ ഉടനെ അയാൾ അവനോട് പറഞ്ഞു, ഇനി നീ പോയിക്കോളൂ. എന്തെങ്കിലും ആവശ്യമുണ്ടോ സർ? ആ യുവതിയെ ആർത്തിയോടെ അടിമുടി നോക്കുന്നതിനിടയിൽ അവൻ തിരക്കി. ഇല്ല, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. അവൻ പോയി. അയാൾ വാതിൽ തുറന്ന് അവളുമായി അകത്തു കയറി. വാതിലടച്ചു. പിന്നെ അവളെ നോക്കി ചിരിച്ചു. അവൾ മുറി ആകമാനം ഒന്ന് വീക്ഷിച്ചു. വല്ല വീഡിയോ ക്യാമറയോ മറ്റോ മറഞ്ഞിരിപ്പില്ലെന്ന് ആരറിഞ്ഞു? എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്ന് ഉറപ്പായി. ആർത്തിയായിരുന്നു അയാൾക്ക്. തലച്ചോറിനുള്ളിൽ ഒരു പെരുപ്പ് പോലെ. ഈ രാത്രി തീരാൻ ഇനി അധിക നേരമില്ല, അയാൾ ഓർമ്മിപ്പിച്ചു. അവളൊന്ന് ചിരിച്ചു. പിന്നെ അയാൾക്കരികിലേക്ക് ചെന്നു. അവളുടെ കൈത്തണ്ടയിലും കവിളിനിരുഭാഗത്തും രോമങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. അവൾ അയാളുടെ കരം കവർന്നതേ അയാൾ ആവേശത്തോടെ പുണർന്നു. സ്വയം മറന്നാടുകയായിരുന്നു ഇരുവരും. അതിനിടെ അയാളുടെ മനസ്സിൽ ഒരു വന്യമൃഗം ചുരമാന്തി. പക്ഷേ അടക്കി. ഇപ്പോഴേ പാടില്ല. അവൾ തന്നെയാണ് അയാളെ വിളിച്ചുണർത്തിയത്.
നേരെ 4 മണിയായി, എന്നെ കൊണ്ടുവിടണം. അയാൾ ഞെട്ടി. ജീവിതത്തിൽ ആദ്യമായി ഒരു ഇര രക്ഷപ്പെട്ടിരിക്കുന്നു. തന്നെ തളർത്തിയിരിക്കുന്നു. അത് പാടില്ലല്ലോ. അവൾ വസ്ത്രം ധരിച്ചിരുന്നില്ല. അയാൾ വന്യമായൊരു ഭാവത്തിൽ അവളെ തള്ളി മലർത്തി. രാവിലെ ബോയ് കാപ്പിയുമായി വന്നപ്പോൾ അയാൾ പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു. അവളെ എപ്പോൾ കൊണ്ടുപോയി വിട്ടു? അയാൾ തിരക്കി. 4 മണിയായി കാണും. ഞാൻ നല്ലതുപോലെ ഉറങ്ങി. നീ പോയി ബില്ല് കൊണ്ടുവാ. ശരി സർ. അവൻ പോയി കഴിഞ്ഞപ്പോൾ അയാൾ വാതിലടയ്ക്കാൻ ഭാവിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഇടവഴിയിലൂടെ വന്ന 3 ചെറുപ്പക്കാർ അയാളെ കണ്ടത്. ഹലോ. അവരിലൊരാൾ പെട്ടെന്ന് മുന്നോട്ട് വന്നു. അയാളുടെ നെറ്റി ചൊളിഞ്ഞു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ബിജു, MLA ശശാങ്കൻ്റെ മകൻ. അയാൾക്ക് വല്ലായ്മ തോന്നി. നിങ്ങളിവിടെ? വെറുതെ ഒരു ചേഞ്ചിന് വേണ്ടി നാട് ചുറ്റാൻ ഇറങ്ങിയതാ. ആട്ടെ, താങ്കൾ അച്ഛനും മറ്റും പറഞ്ഞേൽപ്പിച്ച ഏതോ ജോലിയുടെ ഭാഗമായി വന്നതായിരിക്കും അല്ലേ? ആ ചോദ്യം അയാൾക്ക് തെല്ലും ഇഷ്ടമായില്ല. എങ്കിലും തല കുലുക്കി. പെട്ടെന്നാണ് റൂം ബോയ് തിരിച്ചു വന്നതും പുറത്തേക്ക് വിളിച്ചതും. എന്താടാ? അടുത്തേക്ക് ചെന്നിട്ട് അയാൾ തിരക്കി. സാറ് ആ പെണ്ണിനെ അവിടെ കൊണ്ടുപോയി വിട്ടില്ലേ? വിട്ടല്ലോ. എന്നിട്ട് ഇല്ലെന്നും പറഞ്ഞ് ആ വാച്ചർ താഴെ വന്ന് നിൽക്കുന്നു. അയാൾ പെട്ടെന്ന് ഭാവം മാറ്റി. ഞാൻ തന്നെ അയാളോട് സംസാരിക്കാം, നീ അങ്ങോട്ട് നടന്നോ എന്ന് പറഞ്ഞ് വേഗത്തിൽ പിന്തിരിഞ്ഞ് വന്ന കൊലയാളി അവരോട് പറഞ്ഞു. നിങ്ങൾ വേഗം എൻ്റെ മുറിക്കുള്ളിൽ കയറി വാതിലടച്ചോ. ഞാനല്ലാതെ ആര് വന്ന് വിളിച്ചാലും തുറക്കരുത്. SP കാർലോസ് ഇങ്ങോട്ട് കയറി വരുന്നു. കാർലോസ് എന്ന പേര് കേട്ടതും അവർ അകത്തേക്ക് പെട്ടെന്ന് കയറി. ആ നേരത്തിനുള്ളിൽ കൊലയാളി പെട്ടിയുമായി പുറത്തിറങ്ങുകയും ചെയ്തു. വാതിലടച്ചോ. കൃഷ്ണകുമാർ പെട്ടെന്ന് അങ്ങനെ ചെയ്തു. അവരുടെ റൂം 2 റൂമുകൾക്ക് അപ്പുറത്തായിരുന്നു. രാത്രി 11 മണി കഴിഞ്ഞായിരുന്നു അവർ അവിടെ എത്തിയത്. താഴെ റിസപ്ഷൻ കൗണ്ടറിനരികിൽ ലേഡീസ് ഹോസ്റ്റലിലെ വാച്ചറുമായി സംസാരിച്ചുകൊണ്ട് നിന്നിരുന്ന റൂം ബോയ് കുറച്ചു നേരം കഴിഞ്ഞിട്ടും രാജശേഖരൻ എന്ന മനുഷ്യനെ കാണാഞ്ഞപ്പോൾ തിരികെ പോയി. ഇത്തവണ വാച്ചറും ഒപ്പം വന്നു. എന്നാൽ പിന്നിലെ ഗോവണിക്കരികിൽ നിന്നും തൻ്റെ ബൈക്കിൽ കയറി അയാൾ ഗേറ്റ് കടന്നുപോയത് ഇരുവരും കണ്ടില്ല. അവർ മുകളിലെത്തുമ്പോൾ വാതിൽ അകത്തുനിന്ന് അടച്ചിട്ടിരിക്കുകയാണ്. ആളവിടെയുണ്ടെന്ന് കരുതി ബോയ് വാതിൽ തട്ടി. സാറേ, വാതിൽ തുറക്ക്, ദേ വാച്ചർ വന്ന് നിൽക്കുന്നു. അകത്ത് കൃഷ്ണകുമാറും ബിജുവും സുനിലും മുഖാമുഖം നോക്കി. ആര് വന്ന് വിളിച്ചാലും തുറക്കരുത് എന്നുള്ള കൊലയാളിയുടെ മുന്നറിയിപ്പ് ഓർമ്മയിലുണ്ടായിരുന്നതിനാൽ അവർ വാതിൽ തുറക്കാൻ കൂട്ടാക്കിയില്ല. വാച്ചറും വാതിൽ തട്ടി. സാറേ, ആ പെണ്ണ് എന്തിയെന്നെങ്കിലും പറ. അകത്തിരുന്നവർ കിടുങ്ങി. വാതിൽ തുറന്നാൽ തങ്ങൾ ഏതോ പെണ്ണിനെക്കുറിച്ചും പറയേണ്ടി വരും. അതുകൊണ്ട് അയാൾ വരാതെ തുറക്കുന്ന പ്രശ്നമേ ഇല്ല. അപ്പോഴേക്കും ഹോട്ടൽ ജീവനക്കാരിൽ പലരും അവിടേക്ക് പാഞ്ഞെത്തി. എന്തോ കുഴപ്പമുണ്ടെന്ന് കരുതി ആരോ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി. നീ വാതിൽ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? SI അലറി. നമുക്കങ്ങ് തുറന്നാലോ? അയാളല്ലെന്ന് കണ്ട അവർ നമ്മളെ വെറുതെ വിടുമല്ലോ. കൃഷ്ണകുമാർ മറ്റുള്ളവരെ നോക്കി. അതാണ് നല്ലതെന്ന് അവർക്കും തോന്നി. അവസാനം ബിജുവാണ് വാതിൽ തുറന്നത്. പോലീസ് അകത്തേക്ക് ഇരച്ചു കയറി. ഒരാളെ മാത്രം പ്രതീക്ഷിച്ച പോലീസ് 3 പേരെ കണ്ടപ്പോൾ നെറ്റി ചുളിച്ചു. ആരാണ് ഈ റൂം എടുത്തത്? SI ഓരോ മുഖത്തേക്ക് മാറി മാറി നോക്കി. ഞങ്ങൾ ആരുമല്ല സർ, മറ്റൊരുത്തനാണ്. കൊലയാളിയെ ഞങ്ങൾ ആദ്യം കണ്ടതാണെന്ന ഭാവത്തിൽ ബിജു സംസാരിച്ചു. ഞങ്ങളുടെ മുറി അപ്പുറത്താണ്. പിന്നെ നിങ്ങളെങ്ങനെ ഇതിനുള്ളിൽ വന്നു? അയാൾ ഞങ്ങളെ വിളിച്ചിട്ട് ഇതിനുള്ളിൽ കയറ്റിവിട്ട് ഇറങ്ങിപ്പോയി. പിന്നെന്താ ഇത്രയും നേരം വാതിൽ തട്ടിയിട്ടും തുറക്കാതിരുന്നത്? അതിനുത്തരം പറയാൻ അവർക്കായില്ല. പറഞ്ഞാൽ പലതും പറയേണ്ടി വരും. ക്രൈംബ്രാഞ്ച് SP കാർലോസ് കാണാതിരിക്കാനാണെന്ന് പറഞ്ഞാൽ അതെന്തിനാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. എന്താടാ, വായിൽ നാവില്ലേ? SI ബിജുവിൻ്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഞാൻ തിരുവനന്തപുരം ഈസ്റ്റ് MLA ശശാങ്കൻ്റെ മകനാണ് സർ. ഇത് സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാം സാറിൻ്റെ അനുജനും. തന്തമാരെക്കുറിച്ച് പിന്നെ തിരക്കാമടാ. അപ്പോഴേക്കും മുഖമടച്ച അടി വീണു കഴിഞ്ഞിരുന്നു. ഒരു കോൺസ്റ്റബിൾ ഈ നേരത്ത് ബാത്റൂം തള്ളി തുറന്നു. സാർ! ഒപ്പം നിലവിളി പോലെ ഒരു ശബ്ദവും. SI അവിടേക്ക് കുതിച്ചു. അതിനുള്ളിൽ പരിപൂർണ നഗ്നയായി കണ്ണുകൾ തുറച്ച് മരിച്ചു കിടക്കുന്ന ഒരു യുവതി. 2 ദിവസങ്ങൾക്കുള്ളിൽ എന്തൊക്കെയാണ് നടന്നത്? രാവിലെ ദിനേശൻ കൊണ്ടുകൊടുത്ത ചായ ഊതി കുടിക്കുന്നതിനിടയിൽ പത്രത്തിലേക്ക് കണ്ണുകൾ നട്ടു ക്രൈംബ്രാഞ്ച് SP കാർലോസ്. ഇന്നും പത്രത്തിൽ വാർത്തകൾ നിറഞ്ഞിരുന്നു. ബിജുവും സുനിലും കൃഷ്ണകുമാറും റിമാൻഡ് ചെയ്യപ്പെട്ട് ജയിലിലാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നിന്നും ഒരു പുരുഷനുമായേ ആ പെൺകുട്ടി ബന്ധപ്പെട്ടിരുന്നുള്ളൂ എന്ന് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ അതിൽ കാര്യമില്ലല്ലോ.
മാനസിക രോഗിയോ പ്രൊഫഷണൽ കില്ലറോ ആയ ആ കൊലയാളിയുമായി തങ്ങൾക്കുള്ള ബന്ധത്തെക്കുറിച്ച് ഒന്നും മൂവരും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. അയാളെ അറിയില്ലെന്ന പല്ലവി മാത്രം. അങ്ങനെയുള്ള ആളിന്റെ മുറിയിൽ അവർ എന്തിനു പോയി എന്നുള്ളതിന് മറുപടിയില്ല. അത് ദുരൂഹത വളർത്തുകയാണ്. സംഭവ ദിവസം തന്നെ കമ്മീഷണർ ഡേവിഡ് എബ്രഹാമും MLA ശശാങ്കനും അബ്കാരി നരേന്ദ്രനും പാലക്കാട്ട് എത്തിയിട്ടുണ്ട്. ഗസ്റ്റ് ഹൗസിലാണ് താമസം. അവരുടെ ഇനിയുള്ള നീക്കങ്ങൾ അറിവായിട്ടില്ല. എങ്കിലും ആ കില്ലർ ഇനിയും പാലക്കാട് വിട്ടു പോയിട്ടില്ലെന്നാണ് താൻ വിശ്വസിക്കുന്നത്. ഏതോ പ്രധാന കൃത്യം നടത്താനാണ് അയാൾ വന്നിരിക്കുന്നതെന്ന കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെയുള്ള ഒരുവൻ അത് നടത്താതെ മടങ്ങില്ലെന്ന് ഇത്രയും കാലത്തെ സർവീസ് വെച്ച് കുറ്റവാളികളുടെ മനസ്സ് അടുത്തറിഞ്ഞ നിലയ്ക്ക് തനിക്ക് തീർച്ചപ്പെടുത്താൻ കഴിയും. പക്ഷേ കേസ് ലോക്കൽ പോലീസിന്റെ കയ്യിലായ നിലയ്ക്ക് തനിക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാർലോസ് ചായക്കപ്പ് ടീപ്പോയിൽ വെച്ചു. ഏതായാലും ലേഡീസ് ഹോസ്റ്റലുകളുടെ മറവിൽ നടക്കുന്ന വ്യഭിചാരങ്ങൾക്ക് പുതിയ അറിവായി. വാർഡനും വാച്ചറുമൊക്കെ ഒളിവിലാണ്. ഓച്ചിറക്കാരി ഒരു ലേഖയാണ് കഴിഞ്ഞ ദിവസം ആ കൊലയാളിയാൽ ക്രൂരമായി വധിക്കപ്പെട്ടത്. പോലീസ് പ്രധാന പാതകളെല്ലാം ബ്ലോക്ക് ചെയ്ത് ഇപ്പോഴും കൊലയാളിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. ഹോട്ടലുകളിലും ലോഡ്ജുകളിലുമെല്ലാം റെയ്ഡ് തുടരുന്നു. കാർലോസ് പത്രം മടക്കി അവിടെ ഇട്ടിട്ട് എണീറ്റു. എന്നാൽ ടീപ്പോയിൽ നിന്നും പത്രം താഴെ വീണതിനാൽ കുനിഞ്ഞെടുക്കാൻ ഭാവിച്ചതും തൊട്ടടുത്ത ജനാലച്ചില്ല് ചിതറി വീണതും ഒപ്പമായിരുന്നു. അവ്യക്തമായൊരു നിലവിളി അയാളിൽ നിന്നുയർന്നു. ഞെട്ടിത്തിരിഞ്ഞ് അയാൾ ജനാലയ്ക്ക് നേരെ നോക്കി. പിന്നെ പെട്ടെന്ന് മുറിക്കുള്ളിലേക്ക് പാഞ്ഞു. അവിടെ ഭിത്തിക്കരികിൽ ഒരു ബുള്ളറ്റ് കിടപ്പുണ്ടായിരുന്നു. തന്നെ വധിക്കാൻ ആരോ സൈലൻസർ ഘടിപ്പിച്ച് തോക്ക് ഉപയോഗിച്ചതാണെന്ന് വ്യക്തമായിരിക്കുന്നു. പത്രമെടുക്കാൻ കുനിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ രക്ഷപ്പെടൽ. റോഡിലൂടെ ഒരു ബൈക്ക് പാഞ്ഞു പോകുന്ന ശബ്ദം കേട്ടു. ഇനി പിന്നാലെ പോയിട്ട് കാര്യമില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ഗസ്റ്റ് ഹൗസിൽ പരസ്പരം നോക്കി ചിന്താമഗ്നരായി ഇരിക്കുകയായിരുന്നു അവർ 3 പേരും. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഡേവിഡ് എബ്രഹാമും MLA ശശാങ്കൻ, അബ്കാരി നരേന്ദ്രൻ. ആർക്കും ഒന്നും മിണ്ടാനില്ലെന്ന് തോന്നുമായിരുന്നു അവരുടെ ഇരിപ്പ് കണ്ടാൽ. ഒരുപാട് സമയം അങ്ങനെ കടന്നുപോയപ്പോൾ ഡേവിഡ് എബ്രഹാം സംസാരിച്ചു. ഏതായാലും എനിക്ക് ഇങ്ങനെ ഇവിടെ കുത്തിയിരിക്കാൻ സമയമില്ല. 2 ദിവസത്തേക്ക് ലീവ് കിട്ടിയത് തന്നെ ചീഫ് മിനിസ്റ്റർ പറഞ്ഞതുകൊണ്ടാണ്. ഇന്ന് വൈകിട്ടോ നാളെ രാവിലെ എനിക്ക് തിരിച്ചു പോയേ പറ്റൂ. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പാലക്കാട്ട് വന്ന് കിടന്നിട്ട് എന്ത് ചെയ്യാനാണ്? അബ്കാരി നരേന്ദ്രൻ മുഖമുയർത്തി. എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് അവന്മാർ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്നാണ്. MLA ശശാങ്കനും അതേ സംശയം പ്രകടിപ്പിച്ചു. അതാ നരേന്ദ്ര ഞാനും ചിന്തിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചത്തുപോയ ആ ഓച്ചിറക്കാരി അവന്മാരെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാകാമെന്ന. പക്ഷേ അവന്മാരെക്കാൾ മുന്നേ ആ കൊലയാളി കാര്യം സാധിച്ച് അവളെ തീർത്തു കാണുകയും ചെയ്യും. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. ശശാങ്കൻ ഡേവിഡ് എബ്രഹാമിന്റെ നേരെ തിരിഞ്ഞു. താൻ വിചാരിച്ച അവന്മാരെ ജയിലിൽ പോയി ഒന്ന് കാണാൻ കഴിയില്ലേ? എന്താ സത്യമെന്ന് തന്നോടെങ്കിലും അവന്മാര് തുറന്നു പറഞ്ഞാലോ? ഡേവിഡ് എബ്രഹാം തലകുലുക്കി. ഞാനും അതൊന്ന് ചിന്തിക്കുകയായിരുന്നു. പക്ഷേ എത്ര സത്യങ്ങൾ തിരിച്ചറിഞ്ഞാലും ഇനി അവരെ റിമാൻഡ് കാലാവധി തീരാതെ കോടതിയിൽ എത്തിക്കാമെന്നോ പുറത്തിറക്കാമെന്നോ കരുതണ്ട. തിരുവനന്തപുരത്ത് ഒരു കേസിൽ ജാമ്യത്തിൽ കഴിയുന്ന പ്രതികളായിരുന്നു അവരെന്നുകൂടി നമ്മൾ ഓർക്കണം. മറ്റേ കാലിലും നമ്മുടെ നിന്ന് കാശ് വാങ്ങിച്ച് ഇവിടൊക്കെ കറങ്ങി നടക്കുകയല്ലേ. ശരിക്കും പറഞ്ഞ അവനൊരു കൊലയാളിയോ അതോ പെണ്ണുപിടിയാനോ? നരേന്ദ്രൻ ആരോടൊന്നില്ലാതെ പെറുപെറുത്തു. കാർലോസിന്റെ കാൽ മാരുതി ജിപ്സിയുടെ ആക്സിലേറ്റർ ഞെരിച്ചു. ഒരു മുരൾച്ചയോടെ വെട്ടിത്തിരിഞ്ഞ് പായുകയായിരുന്നു ആ വാഹനം. തന്റെ പിന്നാലെയും ഒരു കൊലയാളി ഉണ്ടെന്ന തിരിച്ചറിവ് വാസ്തവത്തിൽ കാർലോസിനെ ഉന്മേഷവാനാക്കുകയാണ് ചെയ്തത്. തന്റെ നേരെ കൊലപാതക ശ്രമം നടന്നുവെന്ന് ജോലിക്കാരനോട് പോലും അയാൾ പറഞ്ഞിരുന്നില്ല. താൻ ഒരു പരീക്ഷണം നടത്തിയതാണെന്ന് മാത്രം അവനോട് പറഞ്ഞു. പരീക്ഷണം എന്താണെന്ന് അവൻ ചോദിച്ചില്ല. അവനറിയേണ്ട കാര്യങ്ങൾ താൻ പറയുമെന്ന് അവനറിയാം. കാർലോസ് ഓഫീസിലെത്തി. സമദിനെ തന്റെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. വിശ്വസിക്കാൻ കഴിയാവുന്ന ഒരു ഓഫീസറാണ് സമദെന്ന് കാർലോസിന് നന്നായി അറിയാം. വളരെ രഹസ്യമായി സമദിനോട് ചില കാര്യങ്ങൾ പറഞ്ഞു. സർ എന്ന് പറഞ്ഞ് അറ്റൻഷനായി അയാൾ പുറത്തേക്ക് പോയി. ഒരു യാചകൻ ഈ നേരത്ത് ക്രൈംബ്രാഞ്ച് ഓഫീസിന് പുറത്തെ ഫുട്പാത്തിൽ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ അയാൾ അകത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. കാർലോസിനെ കൊല്ലാൻ പ്രതിഫലം വാങ്ങിയ ആ കൊലയാളിയായിരുന്നു അത്. കമ്മീഷണർ ഡേവിഡ് എബ്രഹാം സബ് ജയിലിൽ പോയി അവർ 3 കണ്ടു. ഇനി ഒന്നും ഒളിക്കുന്നത് ശരിയല്ലെന്ന് കണ്ട് തങ്ങൾ കാർലോസിനോട് പകരം ചോദിക്കാനാണ് ഇവിടെ എത്തിയതെന്ന വിവരം തുറന്നു പറഞ്ഞു. തുടർന്ന് ഹോട്ടലിൽ വെച്ചുണ്ടായ സംഭവവും വള്ളിപുള്ളി വിടാതെ അറിയിച്ചു.
ആ കൊലയാളിയെക്കുറിച്ചും കാർലോസുമായി ബന്ധപ്പെട്ട ഒന്നിനെക്കുറിച്ചും ആരോടും സംസാരിക്കരുതെന്ന് അവർക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടാണ് ഡേവിഡ് എബ്രഹാം മടങ്ങിയത്. ഗസ്റ്റ് ഹൗസിലെത്തിയ അയാൾ മറ്റു രണ്ടുപേരോടും കാര്യങ്ങൾ വിവരിച്ചു. അത് ശരി, അപ്പോൾ കാർലോസിനോട് കണക്ക് ചോദിക്കാനുള്ള യാത്രയിലായിരുന്നു അവർ, അല്ലേ? ശശാങ്കൻ തലയാട്ടി. അതിനിടയിൽ കൊലയാളിയുമായി പരിചയം പുതുക്കാൻ പോയത് യാദൃശ്ചികം. ഏതായാലും പോലീസിനോട് അവർ കാര്യങ്ങൾ തുറന്നു പറയാതിരുന്നത് തന്നെയാണ് നന്നായത്, അബ്കാരി നരേന്ദ്രൻ പറഞ്ഞു. ഡേവിഡ് എബ്രഹാം തലയാട്ടി. ക്രൈംബ്രാഞ്ച് ഓഫീസിന് പുറത്തുള്ള റോഡിലിരുന്ന യാചകൻ തന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന് കണ്ട് ഒരു ചെറിയ കറുത്ത ടോയ് കാർ ഭാണ്ഡത്തിൽ നിന്നും എടുത്ത് റോഡിൽ വെച്ചു. പിന്നെ റിമോട്ട് ഉപയോഗിച്ച് പ്രവർത്തിപ്പിച്ചു. ആ കാർ ഗേറ്റ് കടന്ന് അകത്തേക്ക് ഓടിപ്പോയി. യാചകൻ ശ്രദ്ധയോടെ റിമോട്ടുമായി നിന്ന് റിമോട്ട് ചലിപ്പിക്കുന്നതിനനുസരിച്ച് കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരുന്നു. ഒരു ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ റിമോട്ട് ഒരു വശത്തേക്ക് തിരിച്ച് അയാൾ ഓഫ് ചെയ്തു. ആ കുഞ്ഞു കാർ ഒരു ചെടിച്ചട്ടിക്ക് അരികിലേക്ക് നീങ്ങി ചെടിയുടെ നിഴലിൽ പതുങ്ങിക്കിടന്നു. യാചകൻ ഒന്നും അറിയാത്തതുപോലെ ഇരുന്നു. ഉദ്യോഗസ്ഥൻ ബൈക്കിൽ പുറത്തേക്ക് പോയി. യാചകൻ എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പാക്കിയിട്ട് വീണ്ടും കാർ പ്രവർത്തിപ്പിച്ചു. ഇത്തവണ മറ്റാരും കാണും മുമ്പ് അത് കാർലോസിന്റെ മാരുതി ജിപ്സിക്കടിയിൽ ചെന്ന് കയറുകയും അതിൽ ശക്തിയേറിയ കാന്തമുണ്ടായിരുന്നതിനാൽ ടക്ക് എന്ന ജിപ്സിക്കടിയിലെ ഇരുമ്പ് ഭാഗത്തെങ്ങോ ചാടി പിടിക്കുകയും ചെയ്തു. ക്രൂരമായൊരു ചിരിയോടെ യാചകൻ റിമോട്ട് തന്റെ ഭാണ്ഡത്തിൽ തിരുകയും കുറച്ചകലേക്ക് മാറി അവശത ഭാവിച്ച് മതിലിൽ ചാരിയിരിക്കുകയും ചെയ്തു. രാവിലെ തന്റെ ബുള്ളറ്റിൽ നിന്നും കാർലോസ് ഭാഗ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടെങ്കിൽ ഇത്തവണ അത് ഉണ്ടാവില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. ജിപ്സിയുടെ എൻജിൻ സ്റ്റാർട്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായി ആ ചെറിയ കാറിനുള്ളിലെ ടൈം ബോംബ് പ്രവർത്തിച്ചു തുടങ്ങും. പിന്നെ 10 മിനിറ്റ്. കത്തിക്കരിഞ്ഞ ശവം കാർലോസിൻ്റെതാണെന്ന് കണ്ടെത്തണമെങ്കിൽ ഏറെ പണിപ്പെടേണ്ടി വരും. ആ നേരത്തിനുള്ളിൽ താൻ ഈ ജില്ല തന്നെ വിട്ടിരിക്കും. യാചകവേഷം ധരിച്ച കൊലയാളി ഓർത്തു. അരമണിക്കൂർ കഴിഞ്ഞു കാണും. കാർലോസ് ജിപ്സിയിൽ പാഞ്ഞുപോയി. ഇനി 10 മിനിറ്റ്. പുഞ്ചിരിച്ചുകൊണ്ട് യാചകവേഷം കെട്ടിയ കൊലയാളി എണീറ്റു. നോവൽ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി.